പറയുന്നു അതല്ല വികസനം. ഒരു പ്രദേശത്ത് വികസനം വന്നാൽ വികസനമുണ്ടായി എന്ന് നമ്മൾ കരുതണമെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാരമായ മാറ്റം ഉണ്ടാകണം. അല്ലാത്തതൊന്നും വികസനമല്ല. നാടിന് മാറ്റമുണ്ടാകാൻ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. അതിന് നമുക്ക് സ്വപ്നതുല്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ വരുന്നത്. ഞാൻ ബജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുകയാണ്, ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിലെ രഹസ്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചതോടൊപ്പം ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ, കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിലെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയ മുതിർന്ന പൗരന്മാർ. ഞാനത് പറഞ്ഞത് ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് ഇവിടെ ഉണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പിരീഡാണ്. ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവർ അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്.